ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് മസീഹുദ് ദജ്ജാലിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഫഖാൽ ഇന്നി ലഉൻദിറുകുമൂ, ഞാൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹ, ഓരോ നബിയും അവരവരുടെ സമൂഹത്തിന് ഇവനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വലാകിന്നി സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ഖബ്ലി, എൻ്റെ മുമ്പ് വന്ന ഒരു നബിയും പറയാത്തത്, ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത അറിവ് അവനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നു. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്, അറിയണേ അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു ന്യൂനതയുള്ളവനല്ല, അല്ലാഹു ഒറ്റക്കണ്ണനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅലമൂന അന്നഹു അഅ്വറു വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന് ലോകത്ത് പിരമിഡും ഒറ്റക്കണ്ണും എന്നത് ഒരു സിമ്പലാണ്. അമേരിക്കൻ ഡോളറിന്റെ $1 ബാക്കിൽ കാണാൻ പറ്റിയത് ഒരു പിരമിഡും, അത് ആ പിരമിഡിന്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണും. പിരമിഡ് ദുശക്തികളുടെ ഒരു അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈശാചിക ശക്തിയുടെ അടയാളമാണ് അത്ര പിരമിഡ്. കാരണം പിരമിഡിന്റെ നിർമ്മാണങ്ങളിൽ പിശാചുക്കളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ പിരമിഡില്ല, പക്ഷേ അവരുടെ ഡോളറിന്റെ ബാക്കിൽ പിരമിഡ് കാണും. ഒരു സിംഗിൾ $1 എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ബാക്കിൽ പിരമിഡ് ഉണ്ടാവും, ഒറ്റക്കണ്ണുണ്ടാവും. ഈ ഒറ്റക്കണ്ണ് എന്തിനാണ്? ഒറ്റക്കണ്ണ് എന്താണ്? മസീഹുദ് ദജ്ജാലിന്റെ വിഷയങ്ങളിൽ ഒറ്റക്കണ്ണിന്റെ ചർച്ച വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രഡീഷൻ ആവട്ടെ, സെമിറ്റിക് മതങ്ങളുടെ ട്രഡീഷൻ ആവട്ടെ, ഒറ്റക്കണ്ണുള്ള ഒരു സാധനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ കാർട്ടൂണുകളുണ്ട്. ചില മിനീസും അതും ഇതൊക്കെ ഒറ്റക്കണ്ണുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കാർട്ടൂണിൽ കാണുന്നുണ്ട് പല ഗെയിമുകളിലും. പക്ഷെ ഇവരത് അതേ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ്. ദുശക്തിയും ലോകത്തിൻ്റെ വിമോചകനാണ് എന്ന് അവർ പറയുന്ന, ലോകത്തിൻ്റെ സംഹാരകനായി വരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മസീഹുദ് ദജ്ജാലിൻ്റെ അടയാളമാണ് ഒറ്റക്കണ്ണ്. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, അവൻ്റെ വലത് കണ്ണ് അങ്ങ് തേച്ചുമാച്ച് കളഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ മസീഹ് എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹു അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാരത്തിലും നമ്മൾ അത്തഹിയാത്തിൽ ഇത് പറയാണ്. അത്തഹിയാത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണമേ എന്ന്. ഫിത്നത്തുൽ നാറും ഫിത്നത്തുൽ ഖബറും ഫിത്നത്തുൽ മഹ്യാ വൽ മമാത് ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ, 4 ഫിത്നകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവേ കാവൽ തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സലാം വീട്ടുക. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്. പുണ്യനിബിതങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നു മുതൽ. നിബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടണ്ട. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഫഖറഉ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിന്റെ ആദ്യ ഭാഗം, ചില റിവായത്തുൽ 10 ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അത് നിങ്ങൾക്ക് കാവലാണ്. മസീഹുദ് ദജ്ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്ന ഇനി വേറെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്നകൾ അവൻ്റെ താഴെയാണ്. അതുകൊണ്ട് മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക. മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാം, നമ്മളും പഠിച്ചു വെക്കുക. അത് വലിയൊരു കാവലാണ്. എന്തെങ്കിലും ഒരു ഫിത്ന, മഹാന്മാർ പറയും, ചില ആളുകൾ പറയും, എനിക്ക് പിന്നെ മോശപ്പെട്ട വീഡിയോ കണ്ടത് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈമാൻ ഇളകൊന്നുമില്ല. ഈമാൻ ഇളകും, പേടിക്കണം. ഹറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന്. പോവണ്ട, നിങ്ങളുടെ ഈമാൻ ഇളകും. അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലെന്ന് എൻ്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട. കാരണം പിശാചിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്നയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, എതിരിടാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇന്ന് നടക്കുന്ന ഗസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീസിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയും. യാ അല്ലാഹ്, ഇമ്രാനു ബൈത്തിൽ തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ് ثم تغزون فارس فيفتحها الله ثم تغزون الروم فيفتحها الله ثم تغزون الدجال فيفتحها الله. ജസീറത്തുൽ അറബ്, അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, ദ അറേബ്യൻ പെനിൻസുല, ആ പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ല. നാജിയത്തുൻ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട്. ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഇതിൽ വിജയം തരും. ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ്. ثم تغزون فارس فيفتحها الله, ഫാരിസിനോട്, പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു വിജയം തരും.
ثم تغزون الروم فيفتحها الله. റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ്, യൂറോപ്പിന്റെ ഭാഗങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. ثم تغزون الدجال. അത് കഴിഞ്ഞാൽ പിന്നെ മസീഹു ദജ്ജാലിനോടും അവന്റെ ആളുകളോടും നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകും. فيفتحها الله. അല്ലാഹു നിങ്ങൾക്ക് അതിന് വിജയം തരും. وقال صلى الله عليه وسلم عمران بيت المقدس خراب يثرب وخراب يثرب خروج الملحمة وخروج الملحمة فتح القسطنطينية وفتح القسطنطينية خروج الدجال എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുണ്ട്. ഓരോന്നിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്. ഇമ്രാൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിപുലീകരണം, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം, ബൈത്തുൽ മുഖദ്ദസ് വിശാലമാക്കപ്പെടുകയും, അതായത് ഫഇദാ ഉമ്മിറ ബൈത്തുൽ മഖ്ദിസ് ബിൽ മാലി വൽ റിജാലി വൽ അഖാരി വത്തസഅ ബിനാഉഹു വസാദ അനിൽ ഹദ്ദിൽ മഅറൂഫ്. ജെറൂസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അല്ലാഹുവിന്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ ഖിബ്ലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ. കണ്ട ആളുകൾ, യാത്ര പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉസ്താദുമാരും ഇവിടെ ഉമറാക്കളൊക്കെ പോയിട്ടുണ്ടാകും, സദസ്സിൽ പോയ ആൾക്കാരുണ്ട്. ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ അക്തുബ് ലനാ ഫീഹി സ്വലാത്തൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമുക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹറമാണത്, പരിശുദ്ധമായ ഖിബ്ലയാണത്, നബി തങ്ങളുടെ മസ്റയാണ്, ഇസ്രാ നടന്ന സ്ഥലമാണത്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. 4 കിലോമീറ്ററോളമുള്ള ഒരു വിശാലമായ ഒരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഇപ്പോഴത്തെ സ്ഥാനം. ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ്, ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ, 2 ഭാഗത്തും ഖബർസ്ഥാനാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ സൂക്കുകൾ, 100 കണക്കിന് സ്ഥാപനങ്ങൾ, അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. ബൈത്തുൽ മുഖദ്ദസ് വികസിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിജയം ബൈത്തുൽ മുഖദ്ദസിന് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്രാൻ ബൈത്തുൽ മഖ്ദിസ് ഖറാബു യഥ്രിബ്, അത് മദീനയുടെ പതനത്തിന് കാരണമാകും. മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. ഖറാബു യഥ്രിബ്, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഖുറൂജുൽ മൽഹമ, അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ്. ഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതീനിയ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഖുസ്തൻതീനിയ എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും. ഖുസ്തൻതീനിയ എന്ന് ഈ പറയുന്ന ഖുസ്തൻതീനിയ എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് ഖുസ്തൻതീനിയ എന്ന് പറയപ്പെട്ടിരുന്ന ഇസ്തംബൂളിലാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയൊരു കൊമേഴ്ഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ, അതിൻ്റെ പഴയ പേരാ ഖുസ്തൻതീനിയ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ ഖുസ്തൻതീനിയ ഖുറാസാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാനിൻ്റെ മേൽഭാഗം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അവിടെ എവിടെയോ ഉള്ള ഒരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ്. ഫത്ഹുൽ ഖുസ്തൻതീനിയ ഖുറൂജുദ് ദജ്ജാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ഖുസ്തൻതീനിയയുടെ വിജയം, അത് മസീഹ് ദജ്ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വരുന്ന ഇടം എവിടെയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലു ശാമി വർ റൂം, റോമിന്റെയും ഷാമിന്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് മസീഹ് ദജ്ജാലിന്റെ വരവുണ്ടാവുക. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഷാം എന്നത് ഫലസ്തീൻ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം. നബി തങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലെബനോനും സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇതിനാണ് ഷാം എന്ന് പറയാം. ഈ ഷാമും റോമും തമ്മിൽ, റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനത്തിന്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത്. കിതാബുകൾ അൽ മൽഹമത്തുൽ കുബ്ര, അൽ മൽഹമത്തുൽ സുഗ്റ, മൽഹമയെ സംബന്ധിച്ചുള്ള ഒരുപാട് റിവായത്തുകളും ഹദീസുകളും അല്ലാമ ഇബ്നു അബി ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒരു ചരിത്രമാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ ഇതൊക്കെ പ്രവചിക്കുകയാണ്. തങ്ങൾ ഈ പറയുന്നത് അവിടുത്തെ നുബൂഅ, അവർ പ്രവചിക്കുന്നത് അള്ളാഹു നൽകുന്ന വഹയാണ്. തങ്ങൾ കാണാത്ത നാടിനെ കുറിച്ചായി പറയുന്നത്, തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളുടെ പേരുകൾ നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ തിന്മയും നീതിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ, കൊലയാളികളും നിരപരാധികളും തമ്മിൽ, പാവപ്പെട്ടവരും മുതലാളി വർഗവും തമ്മിൽ, ഈമാനിന്റെ അഹ്ലുകാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഹദീസിന്റെ പുലർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫിത്നത്തുൽ അഹ്ലാസ് ഹറബുൻ വഹറബുൻ,
അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ. ഹറബുൻ വഹറബുൻ. ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത്. അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കാനാണ്. സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന ഒരു യുദ്ധം നടക്കും. ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ. അതിലേതാണ് ഫിത്നത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. فتنة السراء, സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്ന ഈ ഉമ്മത്തിന് കാണാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്നത്തുൽ സറാ. സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിൻ്റെ ഒരു ഫിത്ന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഉത്തുംഗതി, പ്രോഗ്രസ്, രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു, നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്? വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. വന്നു കഴിഞ്ഞു. സമ്പത്ത് കൊണ്ട് അള്ളാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല നിഅ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം, ആരോഗ്യമുണ്ട്, രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ്, പുരോഗതിയിലാണ്. ആ സമയത്ത് എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ്, സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യിദല്ല, ആ ഒരു മനുഷ്യന് ആളുകൾ ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വഴിപ്പെടാത്ത, എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ അന്ന് ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും. ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും. ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ അബ്ദാണ്, നബി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദായിരിക്കും ഇമാം മഹദി. അൽ മഹദിയു മിൻ അശ്റതി മിൻ ഔലാദി ഫാത്തിമ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സ്വഹീഹായ പരമ്പരയുള്ള സ്വാലിഹായ അബ്ദായിരിക്കും മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി അൽ ഹാഷിമി അൽ ഖുറശി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് 7 വർഷം. അതിൻ്റെ മുമ്പ് ഒരു ഫേക്ക് മഹദി വരും. ആ മഹദിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും, ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷേ തങ്ങൾ പറയാണ് യസ്ഉമു അന്നഹു മിന്നി, എൻ്റെ ആളാണ്, എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും. വലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ട ആളല്ല. തങ്ങൾ പറയാൻ അയാൾ മോശക്കാരനാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നമാ ഔലിയാഇൽ മുത്തഖൂൻ, എൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ثم يصطلح الناس على رجل كورك على ضلع. ضلع എന്ന് പറഞ്ഞാൽ വാരിയലാണ്. വരിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്കാണ്. വാരിയലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത, യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തെരഞ്ഞെടുക്കും. അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ثم فتنة الدهيمة, ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിൽ ഓരോരുത്തർക്കും അതുകൊണ്ട് അടികിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊന്നും സലഫ് സ്വാലിഹീങ്ങളായി ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ 1001 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണ്. അള്ളാഹുവിന് ചെയ്യാം. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അമല സ്വാലിഹാത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട്, ഉമ്മത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുണ്ട്, അതിൻ്റെ ഇടയിലുമുണ്ട്. ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് 50 സ്വഹാബിയുടെ കൂലിയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു 50 സ്വഹാബിമാർ എടുക്കുന്ന അമലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ? പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിന്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ്.
അത്ഭുതം എന്താണെന്നറിയോ? ഈ സംഭവങ്ങൾ എന്ന്, എപ്പോൾ, എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബിമാർ, താബിഈങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ഈ ഹദീസുകൾ തലമുറകൾക്ക് കൈമാറി വെച്ചു. അവർക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇന്ന് അവരന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലതമതുഹു ലതമ. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞ് ഫിത്നത്തുൽ സറാ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫിത്നത്തുൽ ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം. ഫഇദാ ഖീലൻ ഖല്ലത് തമാദത് വസാദത്. ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി. അവിടെയാണ് യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിനാ വയുംസി കാഫിറാ. വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ്, അള്ളാഹുൽ വിശ്വാസമുണ്ട്, എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവന്റെ അഹലുകാരെ പരീക്ഷിക്കുന്നു, എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം, എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും. ജനങ്ങൾ രണ്ട് ഭാഗമായി മാറും. രണ്ട് ഭാഗം. ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഈമാനിന്റെ ഒരു വിഭാഗം ആളുകൾ, ഒരു ഈമാനിന്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിന്റെ ആളുകൾ, കപടന്മാരായി ആക്ട് ചെയ്യുന്നവര്, സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിന്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും. അങ്ങനെ ഒരു സമയം വരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന ദാകും, അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സതുസാലിഹൂന റൂം സുൽഹൻ ആമിനാ. നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും. റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ്. റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം, ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം. അതിന് അറബിയിൽ റൂമിയ എന്ന് പറയാം. റൂം, സൂറത്തുർ റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം. പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ്. കാരണം യൂറോപ്പിന്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ്. ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി. അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി നിങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതഗ്സൂന അൻതും വഹും അദുവ്വം മിൻ വറായിക്കും. നിങ്ങളും യൂറോപ്പിലും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും. ഫതുൻസറൂൻ, നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഗ്നമൂന വതസ്ലമൂൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, ഗനീമത്ത് സ്വത്തും നിങ്ങൾക്ക് ലഭിക്കും. ثم ترجعون حتى تنزلوا بمرج ذي تلول. യാ അല്ലാഹ്, കുന്നുകളുള്ള ഒരു പ്രദേശം, ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം. ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ്. തെല്ല്, തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കുന്നുകൾക്കാണത് പറയാം. കൊച്ചു കുന്നുകളുള്ള ഒരു പ്രദേശം. ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ്. ജോർഡാന്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും. സൗദി അറേബ്യ കഴിഞ്ഞ് തബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർഡാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ്, മനോഹരമായ കുന്നുകളുടെ നാടാണ്. അവിടെ നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ്. ഇടക്ക് മരുഭൂമികൾ വരുന്നുണ്ട്, തുർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട്. പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിന്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും. നബി ഞങ്ങൾ പറയാണ്, ബിമറജിൻ ദീ തുലൂൽ, നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും. ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി നസ്റാനിയ്യ, ശരിയായ ഈസ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി ആ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം കുരിശു ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ ഈ കുരിശു കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. ആ വിജയത്തിന്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരായിരിക്കും, ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാം, ഇതൊന്നും നമുക്കറിയില്ല. അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തിലുള്ള മുഅ്മിനീങ്ങൾ ശുഹദാക്കളാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു. അവർ ഷഹീദുകളായിരിക്കും, അവർ ചെറുസംഘമാണ്, അവർ ശുഹദാക്കളായിട്ട് മാറും. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, ലാ തഖൂമുസ് സാഅ ഹത്താ യൻസില അർ-റൂമു ബിൽ അമാഖി ഔ ബിദാബിഖ്. അമാഖിലും ദാബഖിലും യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ ഖിയാമത്ത് നടക്കൂല. എവിടെയാണ് അമാഖ് ദാബഖ് എന്നറിയോ? സിറിയയിലെ ഹലബ്, അലപ്പോ സിറ്റിക്ക് അടുത്തുള്ള സ്ഥലമാണ് അമാഖും ദാബഖും. ഇത് നബി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട്. പടിഞ്ഞാറൻ നാട്ടുകാരുടെ ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബഖും അതുപോലെ തന്നെ അമാഖ്. എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ നബി ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നടക്കും. റോമക്കാർ അവരുടെ സൈന്യവുമായി അമാഖിലും ദാബഖിലും ക്യാമ്പ് ചെയ്യും. ഇന്നത്തെ സിറിയയാണ്, ദമസ്കസിന്റെ പരിസരങ്ങൾ, അലപ്പോ ഹലബ് എന്നാണ് അറബിയിൽ പറയാം. ഫയഖ്റുജു ലഹും ജയ്ഷും മിനൽ മദീനത്തിൽ മുനവ്വറ, പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട്. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ, അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ.
ഫഇദാ തസാഫു അമാമ ബഅദ്, അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഖാലത്തിർ റൂം, പടിഞ്ഞാറുകാർ പറയും ഖല്ലു ബൈനനാ വബൈനൽ ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട്. അവർ പറയും മുസ്ലിമീങ്ങളോട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും ലാ വല്ലാഹ് വലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിന, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിരപരാധികളാണ്, നിങ്ങളോടൊരു യുദ്ധത്തിന് വന്നവരല്ല, ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാതിലൂനഹും, അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിന്റെ 1/3 പരാജയപ്പെടും, 1/3 ശുഹദാക്കളാണ്, 1/3 വിജയം വരിക്കുമെന്നും റസൂലുള്ളാഹ് അഫ്ദലു ശുഹദാഇ ഇൻദല്ലാഹ് വയഫ്തഹു الثلث الأخير البلاد ويغنم ولا يفتنون أبدا. അവിടെ മുതലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജിയൻ ഒന്നാകെ ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യനാളിലേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ജാഉ ശാം, അവർ ഷാമിലേക്ക് എത്തിയാൽ, ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. ഷാം എന്ന് മുത്തലഖൻ പറയുമ്പോൾ ഡമസ്കസ്, ഫലസ്തീൻ, ഈ 2 നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് ചരിത്രത്തിൽ ഉപയോഗിക്കുക. അവിടെ എത്തുമ്പോൾ ഖറജൽ മസീഹുദ് ദജ്ജാലു, ആ സമയം മസീഹുദ് ദജ്ജാൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. യുസവൂന സുഫൂഫ്, മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വമാ ഖതലൂഹു യഖീന, ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമിനെ അവരാരും വധിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെടുകയും അല്ല ഉണ്ടായത്. വലാകിൻ റഫഅനാ, അല്ലാഹു ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ ഖിയാമത്തിന്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലം, ആ രൂപം ഒക്കെ നബി തങ്ങൾ പറഞ്ഞു. യൻസിലു അലൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസ് എന്ന് പറയുന്ന ഒരു നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിലൂടെയാണ് സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് മഹാനവറുകൾ ഇറങ്ങി വരുന്നത് എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിൽ പോയാൽ ആ നാട്ടുകാർ കാണിച്ചുതരും ഏതാണ് അൽ മനാറത്തുൽ ബൈദാ. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിന്റെ മുനാരങ്ങളാണ് അൽ മനാറത്തുൽ ബൈദാ. 1300ഓളം കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു മസ്ജിദാണത്. ആ മസ്ജിദ് പുനരുദ്ധാരണം നടത്തപ്പെട്ട് ഇന്നും അവിടെ റെഡിയാണ്. ഈസ്റ്റ് ഡമസ്കസിൽ സിറിയയിലേക്കൊന്നും യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിലാണ്. അവിടെ ചെന്നാൽ ഒരുപാട് സിയാറത്തിൻ്റെ മഖാമുകളുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണ്, സക്കരിയ നബി അലൈഹിസ്സലാം അവിടെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം അവിടെയാണ്. ഒരുപാട് സ്വഹാബിമാർ, അബൂ ദർദാ തങ്ങളടക്കം, ബിലാൽ ഇബ്നു റബാഹ് തങ്ങളടക്കം ഒരുപാട് സ്വഹാബിമാരുള്ള നാടാണത്. അവരൊക്കെ ഷാമിലേക്ക് പോയി തങ്ങളുടെ വഫാത്തിന് ശേഷം. ഏതായിരുന്നാലും ഷാം വല്ലാത്തൊരു നാടാണ്. അത് വലിയ അത്ഭുതങ്ങളുള്ള പ്രദേശമാണ്. അറുദുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് ഭൂമിയെ നിരപ്പാക്കി അള്ളാഹു ഖിയാമത്ത് നാളിൽ സംവിധാനിക്കുമ്പോൾ മഹ്ശറ എന്ന് പറയുന്ന മൈതാനം നിലനിൽക്കുന്നത് ഡമസ്കസിന്റെയും ഫലസ്തീനിന്റെയും ഭാഗങ്ങളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ജനങ്ങൾ മലക്കുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക. ആളുകൾ തെളിച്ചു കൊണ്ടുപോകുമെന്നാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങളെ പുണ്യ റസൂലും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസവുമില്ല. എന്തേ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. സ്വഹീഹായ ഹബീബിന്റെ റിവായത്തുകളാണ്, അവിടുത്തെ ഹദീസുകളാണ്. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും പ്രമാണബദ്ധമായ വിഷയങ്ങളാണ് പുണ്യനിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നസ്സാഅ ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാസുൻ വലാ യുഫ്റഹു ബിഗനീമ ثم قال بيده هكذا ونحاها نحو الشام فقال عدو يجمعون لأهل الإسلام ويجمع له عدو يجمعون لأهل الإسلام ويجمع له أهل الإسلام. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സ് പുണ്യ നബി തങ്ങൾ പറഞ്ഞു, അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെടാത്തൊരു കാലം വരും. ആളുകൾക്ക് വാപ്പ മരിച്ചാൽ സ്വത്ത് വേണ്ട, അത്രയും കാഷിന്റെ ഓവർഫ്ലോ വരുന്ന കാലം എന്നാണ്. വലാ യുഫ്റഹു ബിഗനീമ, ഗനീമത്ത് കിട്ടിയാൽ പോലും വേണ്ടെന്ന് വെക്കുന്നൊരു കാലം. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നഹ്വശാം, ഷാമിന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് മുസ്ലിമീങ്ങളും തിന്മയുടെയും അനീതിയുടെയും ശക്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അർ-റൂം എന്ന് റൂമിനെയാണോ റോമക്കാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവരോടാണോ യുദ്ധം നടക്കുന്നത്? ഖാല നഅം, അവരോട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യനാളിന്റെ ഈ മൽഹമത്തുൽ കുബ്രയെ അള്ളാഹുവിന്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒരാൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ ഇത് ചിത്രീകരിക്കാൻ വരെ പറ്റും, പക്ഷെ നമുക്ക് പാടില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു ഹദീസ് ഉണ്ട്, ചിലർ പറയുന്നത് ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹു ആ അതിക്രമികളായ സൈന്യത്തെ അള്ളാഹു നശിപ്പിക്കും. അങ്ങനെ അവരുടെ ഇല്ലായ്മ ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, അവരുടെ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയില്ല, ആ പക്ഷി അവിടെ ചത്തു വീഴും.
അപ്പോൾ ചിലർ വ്യാഖ്യാനിക്കുന്ന ആണവായുധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക, കാരണം എയർ പൊല്യൂട്ടഡ് ആയിരിക്കുമല്ലോ, പോയിസണസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. നമുക്കതൊന്നും പറയാനായിട്ടില്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മേലൂടെ പറക്കാൻ കഴിയാത്ത വിധം, ദുർഗന്ധം വമിക്കുന്ന വിധം ഭൂമി മലിനമാവുന്നൊരു സമയമാണത്. അത് ആണവായുധ ഉപയോഗമാണോ അല്ലയോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പുണ്യനബി തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. തങ്ങൾ പറഞ്ഞു പക്ഷികൾക്ക് അവരുടെ മുകളിലൂടെ പറക്കാൻ കഴിയില്ല, അവരുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ പക്ഷികൾ ചത്തുവീഴും. فيتعادوا بنو الأب كانوا 100 فلا يجد منهم إلا الرجل الواحد فبأي غنيمة يفرح. 100 വീട്ടുകാരുള്ള ഒരു വാപ്പയുടെ മക്കളെ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ മനുഷ്യൻ വാപ്പയുടെ അനന്തര സ്വത്ത് എന്തെടുക്കാനാണ്, എന്ത് കൊണ്ടുപോകാനാണ്, എവിടേക്ക് കൊണ്ടുപോകാനാണ്? فبأي غنيمة يفرح أو أي ميراث يقاسم فبينهما هم كذلك إذا سمعوا ببأس هو أكبر من ذلك. ഒരു യുദ്ധം കഴിഞ്ഞ് അവർ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വീടുകളിലേക്ക് മസീഹുദ് ദജ്ജാൽ വന്നിരിക്കുന്നു. ഇന്ന ദജ്ജാല ഖദ ഖലഫഹും ഫീ ദറാരിഹിം. അങ്ങനെ സ്വത്തുകൾ അവിടെ ഇട്ടുകൊണ്ട് അവർ ഓടുകയാണ്, അവർ ഓടുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ മസീഹുദ് ദജ്ജാൽ നേരിടാൻ വേണ്ടി പോകും. ഇന്നി ലഅരിഫു അസ്മാഅഹും വഅസ്മാഅ ആബാഇഹിം. അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും എനിക്കറിയാം. അൽവാന ഖുയൂലിഹിം. അവർ യാത്ര ചെയ്യുന്ന കുതിരകളുടെ നിറം പോലും എനിക്കറിയാം. ഹും ഖൈറു ഫവാരിസിൻ അലാ ദുഹരിൽ അർള് യൗമഇദിൻ. അന്ന് ഭൂമിയിൽ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും നല്ല ഈമാനുള്ള കറകളഞ്ഞെടുത്ത ആളുകളായിരിക്കും അവരെ. ഭൂമിയിൽ അവരായിരിക്കും ഏറ്റവും നല്ല ശുദ്ധന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ് സാധ്യമാകുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഈസാ നബി വന്നിരിക്കും. അവർ യുദ്ധം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്ന് സുബഹി നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് അവർ സഫ് കെട്ടി നിൽക്കുന്നു. നിസ്കരിച്ചതിന് ശേഷം ഒരു യുദ്ധമായിരിക്കും. അപ്പോഴാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അവരുടെ യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ. കുളിച്ച് ഒരു മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് തല തോർത്താതെ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ നനവോടുകൂടെയാണ് ഈസാ നബി ഇറങ്ങി വരുന്നത് എന്നാണ് ഹദീത്ത്. ഭൂമിയിലൂടെ മേഘക്കീറിനിടയിലൂടെ ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്നൊരു അത്ഭുതം. അതിനപ്പുറം തങ്ങൾ പറഞ്ഞു, ഇദാ തല താഴ്ത്തിയാൽ യതഹദ്ദറു മിൻഹു മിഥ്ലുൽ ജുമാൻ. മഹാനവരുടെ തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെയുള്ള കണികകൾ തലയിൽ നിന്ന് വീഴുന്നത് പോലെ കാണാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇമാമു നിൽക്കാൻ ഒരാളില്ലാതെ കാത്തിരിക്കുമ്പോൾ സയ്യിദുനാ മഹ്ദി അവിടെ ഉണ്ടായിരിക്കും റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവർ പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാമു നിൽക്കണം, സുബഹിക്ക് ഇമാമു നിൽക്കണം. സുബഹിക്ക് ഇമാമു നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇമാമുക്കും മിൻകും. കാരണം നിങ്ങൾ ഖുർആൻ ഹിഫ്ദ് ചെയ്ത ആളുകളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഇൻജീലിനെക്കാളും മുമ്പിൽ നിൽക്കേണ്ടത് ഖുർആനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാവണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാം മഹ്ദി ആ ആദ്യത്തെ സുബഹിക്ക് ഈസാ നബിയോടുകൂടെ ഇമാം മഹ്ദി തങ്ങൾ ഇമാം നിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ചൂട് ഇങ്ങനെ കാണുമ്പോഴേ, കാലാവസ്ഥയുടെ ചൂട് നിങ്ങളൊക്കെ അനുഭവിക്കുന്നു, നമ്മളൊക്കെ അനുഭവിക്കുന്നു. മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അഗ്ഹിന, പടച്ചവനെ ഇങ്ങനെ ചൂട് നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഞങ്ങൾക്ക് മഴ തരയണമേ. അല്ലാഹുമ്മ അഗ്ഹിന, പടച്ചവനെ നാടിന് തണലും തണുപ്പുമാകുന്ന വിധം, ബുദ്ധിമുട്ടാകാത്ത വിധമുള്ള മഴ, ഭൂമിയെ തണുപ്പിക്കുന്ന, കിണറുകൾക്ക് വെള്ളം നൽകുന്ന, പുഴകൾ ഒഴുകുന്ന, കൃഷികൾക്ക് ഉപയുക്തമാകുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തങ്ങൾ പറയാണ്, ഖിയാമത്തിന്റെ മുമ്പ് മസീഹുദ് ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ് മഴ കിട്ടാത്ത 3 വർഷങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. മഴ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഒരുപക്ഷെ വളരെ സ്കെയറായി മഴ തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ നീങ്ങുമോ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ട്. ഇന്ന ഖിബല ഖുറൂജിദ് ദജ്ജാൽ 3 സനവാതിൻ ഷിദാദ്. പ്രയാസമുള്ള 3 വർഷങ്ങൾ മസീഹുദ് ദജ്ജാലിന്റെ വരവിന്റെ മുമ്പ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. യുസീബുന്നാസ ഫീഹാ ജൂഉൻ ശദീദ്. അതിശക്തമായ വിശപ്പ് ജനങ്ങൾ അനുഭവിക്കുന്ന കാലം വരും. തിന്നാൻ ഭക്ഷണം കിട്ടാത്ത കാലം വരും. അരിയില്ല, ഗോതമ്പ് കിട്ടാനില്ല എന്ന് പറയുന്ന കാലം, ഭക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ലോകത്താകമാനം ഫുഡ് സ്കേസിറ്റി, ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞു പോകുന്നൊരു പരീക്ഷണം ഖിയാമത്തിന്റെ മുമ്പ് 3 വർഷങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാറും. 3 വർഷങ്ങളിൽ ഈ പ്രയാസം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവിക്കാന്നറിയോ? യഅ്മുറുല്ലാഹു സ്സമാഅ ഫിസ്സനത്തിൽ ഊലാ അൻ തഹ്ബിസ സുലുസ മത്വരിഹാ. ലോകത്ത് പെയ്യുന്ന മഴയുടെ 1/3 ആ വർഷം പെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയിൽ 1/3 മൈനസാവും, കുറയും. 1/3 മഴ കിട്ടൂല ആ വർഷം. ഭൂമിയോട് പറയും, വയഅ്മുറുൽ അർള അൻ തഹ്ബിസ സുലുസ നബാതിഹാ. ഭൂമിയിൽ മുളക്കുന്ന വിളയുടെ, കൃഷിയുടെ 1/3 ഭൂമിയെ നീ പിടിച്ചു വെക്കണം എന്ന് അള്ളാഹു പറയും. അങ്ങനെ കൃഷിയിൽ 1/3 കുറവുണ്ടാകും ഒരു വർഷം. 2ാമത്തെ വർഷം 2ാം വർഷം അള്ളാഹു മഴയോട് പറയും, മഴയുടെ 2/3 ഭാഗം പിടിച്ചു വെക്കണം. പിന്നെ 1/1 ബാക്കിയുള്ളൂ. ചെടികളോട്, ഭൂമിയോട്, നിന്റെ കൃഷിയുടെ 2/3 ഭാഗം വിളവ് വേണ്ട. അപ്പൊ ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം വരും. 3ാമത്തെ ഒരു വർഷം അവിടെ 3ാമത്തെ ഒരു വർഷം അള്ളാഹു മഴയോട് പൂർണ്ണമായും വേണ്ടെന്ന് പറയും. ആകാശത്തോട് മഴ വേണ്ട.
ഭൂമിയോട് ഒരു വർഷം കൃഷിയും വേണ്ട, എവിടെയും കൾട്ടിവേഷൻ ഫാമിംഗ് നടക്കൂല, അതിന് സാധ്യമായ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകും. ഇങ്ങനെ 3 വർഷങ്ങളുണ്ടാകും. മാഷാ അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണമാണത്. യാ അള്ളാഹ്,